ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻ്റെ റിലേഷൻ കഴിഞ്ഞു, ഫംഗ്ഷൻ ഒരു വിധമായി. ഇനി നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ്റെ ലാസ്റ്റ് ഐറ്റമായ ബൈനറി ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് ബൈനറി ഓപ്പറേഷൻ എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ബൈനറി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ബൈനറി നമ്മൾ ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്കറിയാം. ബൈനറി അതായത് ബൈനറി രണ്ടെന്നുള്ളതാണ് ബൈനറി സമ്പ്രദായം എന്നൊക്കെ പറയും. അപ്പോൾ രണ്ടെന്നുള്ളതാണ് അതോടെ കിട്ടെ. അപ്പോൾ ഞാൻ ബൈനറിയിൽ വരാൻ വേണ്ടി ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ നാച്ചുറൽ നമ്പറിൻ്റെ ചില കേസുകൾ ഞാൻ വിളിക്കുകയാണ്. നോക്കിയിരിക്കണം. നാച്ചുറൽ നമ്പർ ഇപ്പോൾ ഉദാഹരണത്തിന് 3ൻ്റെ കൂടെ ഞാൻ 4 കൂട്ടി, അപ്പോൾ നമുക്ക് 7 എന്നുള്ള ഉത്തരം കിട്ടി. 3ൻ്റെ കൂടെ 4 കൂട്ടി. ഇതിൻ്റെ നാച്ചുറൽ നമ്പറുകളാണ്. 3ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ നമുക്ക് 7 എന്ന് തന്നെ കിട്ടി. അല്ല, വേറൊരു നമ്പറിന് കിട്ടാൻ പോണില്ല. അപ്പോൾ 3ഉം 4ഉം കൂടി അഡീഷൻ, നമ്മുടെ അഡീഷനാണ്. അപ്പോൾ 3ഉം 4ഉം രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തുകൊണ്ട് ആഡ് ചെയ്തപ്പോൾ 7 എന്നുള്ള മറ്റൊരു നാച്ചുറൽ നമ്പറാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ 5ഉം 7ഉം 5 7 എടുത്തപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടിയില്ലേ. 8ഉം 4ഉം അപ്പോഴും 12 തന്നെ വന്നത്. 8ഉം 4ഉം എടുത്തപ്പോൾ 12 വന്നു. അത് പോട്ടെ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒന്നുമില്ല. സെയിം കിട്ടിയതിന്റെ വിഷയമൊന്നുമില്ല കേട്ടോ. അടുത്തത് 9ഉം 4ഉം 13 കിട്ടി. ശരി. 10ഉം 5ഉം 15. ഇതിന് കുറച്ച് നമ്പേഴ്സ് കിട്ടി. അപ്പൊ ഈ രണ്ട് നമ്പറുകൾ എടുത്തപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്. രണ്ടും എടുത്ത് 7 കൂട്ടിയപ്പോഴാണ് 7 കിട്ടിയത്. ഈ രണ്ട് നമ്പറുകൾ എടുത്തുകൊണ്ട് കൂട്ടിയപ്പോഴാണ് 10 കിട്ടിയത്. ഈ രണ്ട് നമ്പറുകൾ എടുത്തുകൊണ്ട് കൂട്ടിയപ്പോൾ 13 കിട്ടി. ഈ രണ്ട് നമ്പറുകൾ എടുത്തുകൊണ്ട് നമ്മൾ കൂട്ടിയപ്പോൾ 15 കിട്ടി. നമ്മൾ സാധാരണ കുഞ്ഞു ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ള ഞാൻ അഡീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ഇത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ബൈനറി ഓപ്പറേഷനുമായിട്ട് അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ, ഒരു നിമിഷം 3ഉം 4ഉം എടുത്തപ്പോൾ നമുക്ക് 7 എന്നുള്ള ഉത്തരമാണ് കിട്ടിയത്. 5ഉം 7ഉം എടുത്തപ്പോൾ നമുക്ക് 12 എന്നുള്ള ഉത്തരം കിട്ടി. 9ഉം 4ഉം എടുത്തപ്പോൾ നമുക്ക് 13 എന്നുള്ള ഉത്തരം കിട്ടി. 10ഉം 5ഉം എടുത്തപ്പോൾ നമുക്ക് 15 എന്നുള്ള ഉത്തരം കിട്ടി. ശരി. നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട്. 3ഉം 4ഉം ഇവിടെയാണ് ആഡ് ചെയ്തപ്പോഴാണ് അഡീഷൻ എന്നുള്ള ഓപ്പറേഷനാണ്. 3ഉം 4ഉം എടുത്ത് ആഡ് ചെയ്തപ്പോൾ 7 കിട്ടി. 5ഉം 7ഉം എടുത്ത് ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. 9ഉം 4ഉം എടുത്ത് ആഡ് ചെയ്തപ്പോൾ 13 കിട്ടി. 10ഉം 5ഉം എടുത്ത് ആഡ് ചെയ്തപ്പോൾ 15 കിട്ടി. ഇതൊരു മാപ്പിംഗ് ആണ്. അങ്ങനെയാണ് ഇതിന് നമുക്ക് ഒരു സെറ്റ് ആയിട്ടില്ല. ഇത് ഫസ്റ്റ് സെറ്റ്, ഇത് സെക്കൻഡ് സെറ്റ് ആണ്. ഇത് നമുക്ക് ഇവിടെ ഓർഡേർഡ് പേരുകളാണ് വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തപ്പോൾ ഒരു എലമെന്റിൽ നിന്നും വേറൊരു എലമെന്റിലേക്ക് നമ്മൾ മാപ്പ് ചെയ്തു. ഇവിടെ ഒരു എലമെന്റിൽ നിന്നാണ്, പക്ഷെ ഇവിടെ ഒരു ഓർഡേർഡ് പെയറിൽ നിന്ന് ഒരു എലമെന്റിലേക്കാണ് പോയത്. അപ്പൊ ഇവിടെ ഓർഡേർഡ് പേരുകൾ വരുന്ന ആർക്കാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷവും ഈ വർഷവും നമ്മൾ പറഞ്ഞാണ്, നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് പറഞ്ഞപ്പോൾ നമുക്ക് അത് ഓർഡേർഡ് പേരുകൾ വരുന്നത്. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നാച്ചുറൽ നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഇവിടെ വരുന്നതാണെന്ന് ചോദിച്ചാൽ n ക്രോസ് n വരുന്നതാണ്. ശരി, n ക്രോസ് n വരുന്ന എലമെന്റ്സുകളാണ്. ഇത് നാച്ചുറൽ നമ്പർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ n ക്രോസ് n ൽ നിന്നും നമ്മൾ എന്നിലോട്ട് എടുത്ത ഓപ്പറേഷൻ അഡീഷനാണ്. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പർ കിട്ടി. ഒരു പക്ഷേ ഒരു നാച്ചുറൽ നമ്പർ അല്ല കിട്ടുന്നതെങ്കിൽ നമുക്ക് അഡീഷൻ ഹോൾഡ് ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്തുകൊണ്ട് നമ്മൾ ആഡ് ചെയ്താൽ മറ്റൊരു നാച്ചുറൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. അതേസമയം രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തുകൊണ്ട് നമ്മൾ സബ്ട്രാക്ഷൻ നമ്മളൊരു ഓപ്പറേഷൻ അവിടെ ചെയ്യുന്നതെങ്കിൽ ഇവിടെ വരുന്നത് നെഗറ്റീവ് നമ്പർ ആയിരിക്കും. നെഗറ്റീവ് പോസിറ്റീവ് വരാം. നാച്ചുറൽ നമ്പർ നെഗറ്റീവ് ഇല്ല, കൗണ്ടിങ് നമ്പേഴ്സ് നെഗറ്റീവ് ഇല്ല. അപ്പോൾ നമുക്ക് പറയാം n ക്രോസ് n നിന്ന് എന്നിലോട്ടാണ് മാപ്പ് ചെയ്തത്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ് അല്ലേ? ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സിലേക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് എന്നുള്ള ചിന്ത വേണ്ട. ഇതിന് ഒറ്റ ഇമേജ് ഉള്ളൂ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 7 കൂട്ടിയപ്പോൾ 12 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 9 3 കൂട്ടപ്പോൾ 12 കിട്ടും. അപ്പോൾ ഇവിടെ 9 3 വരുമ്പോഴും 12 വരും. പക്ഷെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ 9 3 12 ഉത്തരമില്ല, വേറെ ഉത്തരവില്ല. അപ്പൊ അത് യൂണിക്കായിട്ട് ഒറ്റ ഇമേജ് മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് ഓർഡേർഡ് പേരുകൾക്ക് ഒരു ഇമേജ് ഒന്നും വിഷയമൊന്നുമില്ല. ഇത് ഫംഗ്ഷനാണ്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? ബൈനറി ഓപ്പറേഷൻ. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പറിന്റെ ക്രോസ് പ്രോഡക്റ്റ് നിന്നല്ല അങ്ങോട്ട് പോയത്. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് വെച്ചാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് എ നിന്ന് എയിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഡീഷൻ ഇപ്പൊ റിയൽ നമ്പറിന്റെ കേസിലൊക്കെ ആണെങ്കിൽ അതുപോലെ നമുക്ക് ഡിവിഷൻ കൊടുക്കും. ഡിവിഷൻ നമുക്ക് നടക്കുമെന്ന് വെച്ചാൽ ഇത് നമ്മൾ എടുക്കുമ്പോൾ ഡിവിഷൻ 3/4 എന്നുള്ളത് നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ ഡിവിഷൻ നടക്കില്ല, അഡിഷനും മാത്രമേ നടക്കുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ നടക്കും. ഇത് മൾട്ടിപ്ലൈ ആകുമ്പോൾ 12, 5 മൾട്ടിപ്ലൈ ആകുമ്പോൾ 35. അപ്പോൾ അതിന് യൂണിക് ആയിട്ടുള്ള എലമെന്റുകൾ മാത്രമേ എടുത്തുള്ളൂ.
അപ്പോൾ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഇവിടെ ഈ ഓപ്പറേഷനിൽ ഒക്കെ എൻ ക്രോസ് എന്ന നിലയിലോട്ടുള്ള ആ ഓപ്പറേഷനിൽ ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതേസമയം സബ്ട്രാക്ഷനും ഡിവിഷനും നമുക്ക് ഫംഗ്ഷൻ ആവില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബൈനറി ഓപ്പറേഷന് കൊടുക്കുന്ന സിമ്പിൾ ഇതാണ് സ്റ്റാർ. നമ്മൾ സാധാരണ ഫംഗ്ഷൻ പറഞ്ഞ എഫ് എ ടു ബി എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് സ്റ്റാർ. ആ സ്റ്റാർ നമ്മൾ അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ഡിവിഷൻ ആവത്തോ ആയിക്കോട്ടെ. സ്റ്റാർ എ ക്രോസ് എ ടു എ, എ ക്രോസ് എ നിന്ന് എയിലോട്ടാണ്. ഈ ഒരു ഫംഗ്ഷൻ വിളിക്കുന്ന പേരാണ് ബൈനറി ഓപ്പറേഷൻ. അപ്പൊ കുറിച്ചോളൂ, ബൈനറി ഓപ്പറേഷൻ കുറിച്ചോളൂ. A binary operation star, a binary operation star on a set capital A, a binary operation star, binary operation നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ് സ്റ്റാർ. a binary operation star ഒരു കാര്യമുണ്ട്, ഈ ഒരു കേസ് മാത്രമാണ് സബ്ട്രാക്ഷനും ഡിവിഷനും നടക്കാറ്. ഇപ്പം നമുക്ക് റിയൽ നമ്പറിന്റെ കേസിലൊക്കെ വരുമ്പോൾ നമുക്ക് സബ്ട്രാക്ഷൻ നടക്കും, അതേസമയം ഡിവിഷൻ നടക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിയൽ നമ്പർ റിയൽ നമ്പർ ഇട്ടാണ്, റിയൽ നമ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആർ ക്രോസ് ആർ ടു ആർന്ന് വരും. അപ്പോൾ അതിനകത്ത് റിയൽ നമ്പർ 0 വരും, 0 2 അപ്പം നമ്മൾ ഡിവിഷൻ ആക്കിക്കട്ടെ. അപ്പം 0/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് 0/2, ഓക്കെ 0 കിട്ടും, അത് നോ പ്രോബ്ലം. അതേസമയം 2 0, 2/0 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് 0 2 ഓക്കെയാണ്, പക്ഷെ 2 0 വരുമ്പോഴത്തേക്ക് ഇത് ഹോൾഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഈ ഫസ്റ്റ് കേസിൽ എന്ത് വരാൻ പാടില്ല, നമ്മുടെ എന്ത് വരാൻ പാടില്ല, 0 വരരുത്, 0 ഒഴിച്ചുകൊണ്ട് ബാക്കി നമ്പേഴ്സ് വരും. ഓക്കെ, അതുകൊണ്ടാ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ എഴുതിക്കോളൂ, ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ എ, സെറ്റ് ക്യാപിറ്റൽ എ ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷൻ ആണ്, ശരിയല്ലേ? ഈസ് എ ഫംഗ്ഷൻ, ഈസ് എ ഫംഗ്ഷൻ, ഫംഗ്ഷൻ. അത് എഴുതിക്കോളൂ, star such that a cross a to a, a cross a to a, a cross a to a. We denote star of AB. നമ്മൾ ഈ രണ്ട് നമ്പറുകൾ എടുത്തു, ഇവിടെ സ്റ്റാർ എന്നുള്ളത് പ്ലസ് ആണ്. സ്റ്റാർ പ്ലസ് ഓഫ് 3 4 എന്ന് പറഞ്ഞാൽ 3 + 4, അതാണ് ഉത്തരം 7. ഇപ്പോൾ സ്റ്റാർ ഓഫ് എ നമുക്ക് എഴുതാം എ സ്റ്റാർ ബി, എ സ്റ്റാർ ബി കുറിച്ചോളൂ. സ്റ്റാർ ഓഫ് എ സ്റ്റാർ ബി ഇത് സാറേ ഞാൻ ഒരു ക്ലാസ് വിളിക്കും സാർ, ഞാൻ പിന്നെ കുറച്ച് വിളിക്കത്തില്ല. അപ്പോഴ് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ബൈനറി ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് ക്യാപിറ്റൽ ഈസ് എ ഫംഗ്ഷൻ. ഇതൊരു ഫംഗ്ഷനാണ്. ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പറാണ്, നാച്ചുറൽ നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? സ്റ്റാർ സച്ച് ദാറ്റ് എ ക്രോസ് എ ടു എ ഡിനോട്ട് സ്റ്റാർ ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി. ഇതാണ് ബൈനറി ഓപ്പറേഷൻ. ഇപ്പോൾ ഇവിടെ ബൈനറി ഓപ്പറേഷൻ അഡീഷൻ ഓക്കെയാണ്, മൾട്ടിപ്ലിക്കേഷൻ ഓക്കെയാണ്, പക്ഷേ ഡിവിഷനും സബ്ട്രാക്ഷനും എന്തെല്ലാം ഹോൾഡ് ചെയ്യത്തില്ല. ഓക്കെ, ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഐഡന്റിറ്റി എലമെന്റിനെ കുറിച്ചാണ്. ഐഡന്റിറ്റി എലമെന്റ് നമുക്ക് സാധാരണ നമുക്കറിയാം, നമ്പേഴ്സിന്റെ കേസിലാണ് ഇപ്പൊ 2-നോട് 0 കൂട്ടുമ്പോഴും 0-ന് 2 കൂട്ടുമ്പോഴും നമുക്കറിയാം 2. അപ്പൊ 0 ആഡിറ്റീവ് ഐഡന്റിറ്റി. ഇപ്പൊ 2-നെ 1 കൊണ്ട് ഗുണിച്ചാലും 1-നെ 2 കൊണ്ട് ഗുണിച്ചാലും 2 കിട്ടും. അപ്പോൾ 1 മൾട്ടിപ്ലിക്കേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന എലമെന്റ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് എടുക്കാം. അപ്പോൾ ഇവിടെ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ പകരം നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ എ സ്റ്റാർ ഇ സമം ഇ സ്റ്റാർ എ സമം എ എന്ന് കിട്ടും. അങ്ങനെ ഈ വിളിച്ചിട്ടാണ് ഐഡന്റിറ്റി എലമെന്റ്. 2-നോട് 0 കൂടെ 0 2 കൂടെ 2 കിട്ടും, 0 ഐഡന്റിറ്റി എലമെന്റ്. അപ്പോൾ എയുടെ ഈ സ്റ്റാർ എടുത്താലും ഈയുടെ എ സ്റ്റാർ എടുത്താലും എ കിട്ടുന്നു. അപ്പോൾ ഈ സ്റ്റാർ ഐഡന്റിറ്റി എലമെന്റ്. നമ്മൾ which implies is called identity element. Identity element. Identity element. Identity element. അടുത്ത ഇൻവേഴ്സ്. ബൈനറി ഓപ്പറേഷൻ ഇൻവേഴ്സ് ആണ് പഠിക്കുന്നത്. ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം നോക്കി, 2-നോട് -2 കൂട്ടുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് ആയി സോൾവ്. ശരി,
ഇനി 2നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് 1 എന്നുള്ള ഐഡന്റിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് a യുടെ കൂടെ a ഇൻവേഴ്സ് സ്റ്റാർ എടുക്കുമ്പോൾ e കിട്ടണം. നമുക്ക് പറയാം a സ്റ്റാർ a ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു a ഇൻവേഴ്സ് സ്റ്റാർ a ഈസ് ഈക്വൽ ടു e. നമുക്ക് ഇതാണ് ഇൻവേഴ്സ്. ഇതിനെ നമുക്ക് പറയാം b എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ a സ്റ്റാർ b ഈസ് ഈക്വൽ ടു e ആണ് നമുക്ക് പറയാം b സ്റ്റാർ ഇൻവേഴ്സ് ഓഫ് a. അല്ല നമുക്ക് b നമുക്ക് ഡിനോട്ട് ചെയ്യാം a റൈസ് ടു -1. ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചുമ്മാ വെച്ചിട്ടാണ്. ഐഡന്റിറ്റി ലെവൽ എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻ a സ്റ്റാർ e സമം e സ്റ്റാർ a സമം a. ഇനി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ a സ്റ്റാർ a ഇൻവേഴ്സ് സമം a ഇൻവേഴ്സ് a സ്റ്റാർ a. ഇതുപോലെ a സ്റ്റാർ a ഇൻവേഴ്സ് സമം e ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ രണ്ടാമത്തെ നമുക്ക് വിളിക്കാം എന്താണ് ഇൻവേഴ്സ്. തിരിച്ചും പറയാം ഇതിന് ഇൻവേഴ്സ് ആണ്. a ഇൻവേഴ്സ് ഇൻവേഴ്സ് ആണ് a. ഇനി പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് കുറിച്ചോളൂ. ഫസ്റ്റ് പ്രോബ്ലംസ് കുറിച്ചോളൂ. പ്രോബ്ലത്തിന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രോബ്ലം പറയാം. ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. ഇവിടുത്തെ കേസിൽ ഈ ബൈനറി ഓപ്പറേഷനിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ സാധാരണ എക്സാമിൽ ചോദിക്കുന്നതാണ്. വെരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും. നമുക്കറിയാം 2നോട് 3 കൂട്ടിയാലും 3നോട് 2 കൂട്ടിയാലും സെയിം ആൻസർ വരും. അപ്പം അഡിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് എങ്ങനെ ചോദിച്ചാൽ a സ്റ്റാർ b സമം b സ്റ്റാർ a ആണെങ്കിൽ നമുക്ക് പറയാം സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എല്ലാ കേസും കമ്മ്യൂട്ടേറ്റീവ് ആണെന്നില്ല കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അടുത്തത് അസോസിയേറ്റ് എന്ന് പറയുമ്പോൾ a സ്റ്റാർ b സ്റ്റാർ c സമം a സ്റ്റാർ b സ്റ്റാർ c. 1 2 കൂടെ സ്റ്റാർ എടുത്തു. ഇനി അതിന്റെ കൂടെ മൂന്നാമത്തെ സ്റ്റാർ എടുത്തു. 2 3 സ്റ്റാർ എടുത്തിട്ട് 1 സ്റ്റാർ എടുത്തു. ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. ഈ രണ്ട് കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള നോട്ടായിട്ട് a സ്റ്റാർ b സമം b സ്റ്റാർ a ആണെങ്കിൽ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അടുത്ത a സ്റ്റാർ b സ്റ്റാർ c സമം a സ്റ്റാർ b സ്റ്റാർ c ആണെങ്കിൽ പറയാം സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ സെക്ഷനിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ബൈനറി ഓപ്പറേഷൻ അതായത് സ്റ്റാർ നമുക്ക് കമ്മ്യൂട്ടേറ്റീവും അസോസിയേറ്റീവും ആണെന്ന് വെരിഫൈ ചെയ്യാൻ ചോദിക്കാം. പിന്നെ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. പിന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ 4 തരം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, ശരി. ഒരു ചോദ്യം നമുക്ക് ചർച്ച ചെയ്യാം. ചോദ്യം കുറിച്ചോളൂ. For each operation star defined below determine whether star is binary operation. Star is binary. Binary operation നേരെ കുഴപ്പമൊന്നുമില്ല. Star is binary. Commutative and associative. ഒന്നാമത്തെ ചോദ്യം on Q means rational numbers. On Q define a star b സമം ab plus 1. a star b സമം ab plus 1. a star b സമം ab plus 1. First question. Second question. On Q define a star b സമം
A star B സമം AB/2. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ on Z plus എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജർ. on Z plus define A star B സമം A star B സമം A raised to B. ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. ഞാൻ ഒന്നാമത്തെ പ്രോബ്ലം എടുക്കുകയാണ്. ശ്രദ്ധിക്കുക. വളരെ ഈ ഏരിയയിൽ നിന്ന്, അതായത് റിലേഷൻ ഫംഗ്ഷനിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം ബൈനറി ഓപ്പറേഷൻ ക്വസ്റ്റ്യൻ ഉണ്ടാവും. മറ്റേ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാവാതിരിക്കും. പക്ഷേ ഇതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നോക്കിയിട്ട് ഞാൻ അത് എടുക്കുകയാണ്. A star B സമം AB + 1. ഇത് നമ്മളെങ്ങനെ ചിന്തിക്കണം എന്ന് വെച്ചാൽ ഇതിന് ഒന്നെന്നും ഇതിന് രണ്ടെന്നും വിളിക്കും. അപ്പോൾ നമുക്ക് A star B 1 സ്റ്റാർ 2 എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രോഡക്റ്റ്, ഒന്നിന്റെ രണ്ടിന്റെ പ്രോഡക്റ്റ് പ്ലസ് 1 കൂടി. ഇനി നമുക്ക് തിരിച്ച് B സ്റ്റാർ ആയിട്ട് വിളിക്കാം. അപ്പോൾ B സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇത് 1 ഇത് 2. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ്, ഒന്നിന്റെയും രണ്ടിന്റെയും പ്രോഡക്റ്റ് പ്ലസ് 1. B എന്ന് പറഞ്ഞാൽ AB ആണ്. അപ്പോൾ AB + 1. രണ്ട് സെയിം. ദാറ്റ് ഈസ് ഈക്വൽ ടു A star. അപ്പോൾ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സംശയമൊന്നുമില്ലല്ലോ. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഉടനെ എഴുതാം. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി അടുത്തത് രണ്ടാമത്തെ കേസ് അസോസിയേറ്റ് നിലയിൽ നോക്കിയിട്ട് A star B star C. ആദ്യം ഇത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇത് 1 ഇത് 2. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് +1. ഇനി സ്റ്റാർ C. ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇത് 1 ഇത് 2. ഇതിന്റെ പ്രോഡക്റ്റ് +1. അപ്പോൾ നമുക്ക് എഴുതാം ABC + C +1. കണ്ടല്ലോ. ഇനി അടുത്തത് A star B star C. നമുക്ക് പറയാം A star B star C നമുക്ക് പറയാം ഇത് 1 ഇത് 2. അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് +1. ഇനി നമുക്ക് ഇത് 1 ഇത് 2 കേട്ടോ. ഇതിന്റെ പ്രോഡക്റ്റ് +1. അപ്പോൾ A × BC +1 +1. ഇതിന്റെ പ്രോഡക്റ്റ് +1. നമുക്ക് എഴുതാം ABC + A +1. ഇവിടെ ABC +1 ഉണ്ട്. പക്ഷേ ഇവിടെ C ആണ്, ഇവിടെ A ആണ്. ഇപ്പോൾ രണ്ടും ഡിഫറെന്റ് ആണ്. നമുക്ക് പറയാം A star B star C not equal to A star B star C. സ്റ്റാർ ഈസ് നോട്ട് അസോസിയേറ്റീവ്. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷെ എന്തല്ല, അസോസിയേറ്റീവ് അല്ല. മനസ്സിലായോ? ഇതുപോലെ നിങ്ങൾ ചെയ്യും. ഇത് ഞാൻ ചെയ്യാം. ഓക്കെ. ഇതേ ടൈപ്പിൽ വേറെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, നോക്കാം. A star B സമം A raised to B. 1 ഇത് 2. അതിന്റെ സ്റ്റാർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്? 1ന്റെ മണ്ടയ്ക്ക് 2 കേട്ടോ. 1ന്റെ മണ്ടയ്ക്ക് 2. ഇനി നമുക്ക് തിരിച്ചു തരാം. B star A. അപ്പോൾ ഇത് 1 ഇത് 2. ഇതിന്റെ മണ്ടയ്ക്ക് 2 ഡിഫറെന്റ് അല്ലേ? ഇത് A യുടെ മണ്ടയ്ക്ക്, ഇത് B യുടെ മണ്ടയ്ക്ക്. രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ A star B not equal to B star A. Star is not commutative. Star is not a commutative. ഇനി നമുക്ക് അസോസിയേറ്റ് നോക്കാം. A star B star C. ഇത് 1 ഇത് 2. ഇതിന്റെ മണ്ടയ്ക്ക് വരും സ്റ്റാർ C. അപ്പോൾ ഇനി ഇതിന്റെ മണ്ടയ്ക്കാണ് ഇത് വരുന്നത്. ദാറ്റ് മീൻസ് A raised to B raised to C. അതാണ് A raised to B C. A raised to B C. X raised to M the whole raised to X raised to M. ഇനി നമുക്ക് അടുത്ത A star B star C. നോക്കിയില്ലേ? അപ്പോൾ A star ഇത് 1 ഇത് 2. ഇതിന്റെ മണ്ടയ്ക്ക് വരും. കണ്ടോ? ഇനി ഇത് എടുക്കുമ്പോൾ ഇത് 1 ഇത് 2. ഇതിന്റെ മണ്ടയ്ക്ക് വരും. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്കാണ് വരുന്നത്. അപ്പോൾ A raised to B raised to C. സെയിം ആണോ? സെയിം അല്ല. ഇത് A raised to B C ആണ്. ഇത് A raised to B raised to C. 2 raised to 2 എന്ന സ്റ്റൈലാണ്. ഇത് 4 വരെ വരും. നമ്മൾ ഇപ്പോൾ X raised to X. അതേസമയം X raised to X raised to X raised to X raised to Y raised to Z എന്ന് പറയുന്നത് X raised to Y Z എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. നമുക്ക് പറയാം ഇത് A raised to B raised to C. ഇത് A raised to B C. But star is not associated.
Star is not associative. മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ചർച്ച ചെയ്യുന്നത്. Let star be a binary operation. Let star be a binary operation on Q. Let star be a binary operation on Q. Q means rational numbers of rational numbers. Rational numbers. Comma verified. Verified. Star is commutative. Associative. Find an identity element and inverse. Find identity element and inverse. Function പറഞ്ഞില്ല, നമ്മൾ ഈ ഫംഗ്ഷൻ പറയാൻ പോവാണ്. ഇവിടെ പറയുന്നതാണ് ക്വസ്റ്റ്യൻ ആണ്. A star b സമം ab by 4. Like this kind of question. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണെന്ന് വെരിഫൈ ചെയ്യണം. അങ്ങനെ വെരിഫൈ ചെയ്തതിനു ശേഷം ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം. പിന്നെ അതുപോലെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇത് ഞാൻ ചെയ്യാൻ പോകണം, നോക്കിയിരിക്കണം. A star b സമം ab by 4. ഇത് 1 ഇത് 2. 1ന്റെ 2ന്റെ പ്രോഡക്റ്റ് ബൈ 4. അപ്പോൾ b star a സമം 1ന്റെ 2ന്റെയും പ്രോഡക്റ്റ് ബൈ 4. b എന്ന് പറഞ്ഞാൽ ab ആണ്. രണ്ട് സെയിം ആണ്. അപ്പോൾ b star a സമം a star. Star is commutative. Star is ഇനി നമുക്ക് അസോസിയേറ്റീവ് തെളിയിക്കണം, നോക്കിയിരിക്കണം. അസോസിയേറ്റീവ് A star B star C. ആദ്യം ഇത് സ്റ്റാർ എടുക്കാം. 1 ഇത് 2 അതിന്റെ പ്രോഡക്റ്റ് ബൈ 4 സ്റ്റാർ C. ഇനി ശ്രദ്ധിക്കുക, ഇത് 1 ഇത് 2 ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4. അപ്പോൾ AB by 4 into C by 4 എന്ന് പറഞ്ഞാൽ ABC by 16. സംശയമില്ല. ഇനി അടുത്ത ചെക്ക് ചെയ്യുന്നു. A star B star C. നമുക്ക് എഴുതാം A star ഇതിന്റെ സ്റ്റാർ എടുക്കാം. ഇത് 1 ഇത് 2 അതിന്റെ പ്രോഡക്റ്റ് ബൈ 4. ഇനി ഇവർ തന്നെ എടുക്കുമ്പോൾ സ്റ്റാർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ബൈ 4. അപ്പോൾ A into BC by 4 by 4. ഇത് അതുപോലെ തന്നെ വരും ABC by 16. ഇത് 4 വരും. രണ്ട് സെയിം ആയി. അപ്പോൾ A star B star C എന്ന് പറയുന്നത് എന്തായിട്ട് A star B star C. Star is associative. സ്റ്റാർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ്. ഇതേ കേസിൽ ഇവിടെ ഇവിടെ 4 വരെ 2 ആണെന്നേ ഉള്ളൂ. ചെയ്യാൻ പറ്റും. ഇനിയാണ് രണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഐഡന്റിറ്റി എലമെന്റ് കണ്ടുപിടിക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് Q ഓൺ Q എന്നാണ് പറയുന്നത്. റാഷണൽ നമ്പർ ആണ്. അപ്പം അതിലുള്ള റാഷണൽ നമ്പർ ആണ് E എന്ന് എടുക്കുക. E അല്ലേ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ E ആണ് ഐഡന്റിറ്റി എലമെന്റ്. ലെറ്റ് E belongs to capital Q. Let E belongs to capital. നമുക്ക് ഉടനെ പറയാം ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുമ്പോൾ A star E സമം E star A സമം A. അങ്ങനെ E വിളിക്കാം ഐഡന്റിറ്റി എലമെന്റ്. ആദ്യം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ A star E സമയം A star E ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന A star B എന്ന് പറയുന്നത് AB by 4 ആണ്. ശരിയല്ലേ? ഇതാണ് ഈ ഇത് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ A അല്ല B ക്ക് വരാണ് E. അപ്പോൾ നമുക്ക് ഇത് പറയാം ഇത് 1 ഇത് 2 അതിന്റെ പ്രോഡക്റ്റ് ബൈ 4 which implies E is equal to 4. അടുത്തോടെ ചെക്ക് ചെയ്യാം. നമുക്ക് രണ്ട് ഈക്വൽ ഉണ്ടെങ്കിൽ മാത്രമേ ഐഡന്റിറ്റി എലമെന്റ് ഉള്ളൂ. നോക്കാം നമുക്ക്. E star A സമം A. ഇത് 1 ഇത് 2 അപ്പോൾ അതിന്റെ പ്രോഡക്റ്റ് EA by 4 സമം E സമം 4. രണ്ട് സെയിം ആയി. then for ഐഡന്റിറ്റി E is equal to 4. മനസ്സിലായോ? ഇനി നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് പറയാം ആ ക്യൂവിലുള്ള എലമെന്റ് തന്നെയാണ് A raised to minus 1. നമുക്ക് പറയാം A raised to minus 1. A raised to minus 1 means B എന്ന് പറഞ്ഞാൽ എഴുതാം. A raised to minus 1 belongs to Q. അപ്പോൾ നമുക്ക് പറയാം A star A raised to minus 1 സമം അതായത് എയും അതിന്റെ ഇൻവേഴ്സും കൂടി സ്റ്റാർ B കിട്ടും. നോക്കാം. ഇത് 1 ഇത് 2 അതിന്റെ പ്രോഡക്റ്റ് ബൈ 4 സമം. ഇനി E എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4 ആണ്. അപ്പോൾ A raised to minus 1 by 4 സമം 4. നമുക്ക് പറയാം A ഇൻവേഴ്സ് സമം 16. അപ്പോൾ A ഇൻവേഴ്സ് സമം 16 by 8. ഇതാണ് ഇൻവേഴ്സ്. Last question നമ്മൾ ചർച്ച ചെയ്യണം. Last question.
ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറിച്ചോളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യണം. ഒരു ടേബിൾ ഫോം ചെയ്യാനാണ്. കുറിച്ചോളൂ. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ. കൺസിഡർ ദി ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. സ്റ്റാർ എന്ന് പറയുമ്പോൾ കൊടുത്തിരിക്കുന്ന സിമ്പിൾ ഇതാണ്. Consider the binary operation on the set tab 1 2 3 4 on the set tab 1 2 3 4 ഒരേ ലെവൽ ഉണ്ട്. ഈ സെറ്റാണ് defined by a cap b. the star ഉദ്ദേശിക്കുന്നത് some minimum of AB. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് A യുടെയും B യുടെയും മിനിമം ആണ്. കുറച്ചോ write the operation table. Write the operation table of the operation. Write the operation table of the operation on cap is a star ഉദ്ദേശിക്കുന്നത്. ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതിന്റെ ഇതിന്റെ ടേബിൾ കണ്ടുപിടിക്കാനാണ്. സംഗതി ഇതിന്റെ വളരെ സിമ്പിളാണ്. ആദ്യം നിങ്ങൾ 1 2 3 4 5 എഴുതിക്കാം. വീണ്ടും എഴുതുക 1 2 3 4 5 റോയായിട്ട് എഴുതി കോളമായിട്ട് എഴുതി. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് 1 cap 1 എന്ന് പറഞ്ഞാൽ 1 star 1 എന്ന് പറയുന്നത് A star B എന്ന് പറഞ്ഞാൽ മിനിമം ഓഫ് AB. A യുടെ B യുടെ മിനിമം ആണ്. അവിടെ 1 ന്റെ മിനിമം 1 തന്നെ. ഇനി 1 star 2 എന്ന് പറയുമ്പോൾ 1 ന്റെ 2 ന്റെ മിനിമം 1. 1 star 3 എന്ന് പറയുമ്പോൾ 1 ന്റെ 3 ന്റെ മിനിമം 1 കേട്ടോ. 1 star 4 എന്ന് പറയുമ്പോൾ 1 ന്റെ 4 ന്റെ മിനിമം 1. 1 star 5 എന്ന് പറയുമ്പോൾ 1 ന്റെ 5 ന്റെ മിനിമം 1. ഇനി 2 star 1 എന്ന് പറയുമ്പോൾ 2 ന്റെ 1 ന്റെ മിനിമം 1 കേട്ടോ. 2 star 2 എന്ന് പറയുമ്പോഴത്തേക്ക് 2. കാരണം 2 ന്റെ മിനിമം 2 തന്നെയാണ്. ഇനി 2 star 3 എന്ന് പറയുമ്പോൾ മിനിമം 2. ഇനി 2 4 എടുക്കുമ്പോൾ മിനിമം 2. 2 5 എടുക്കുമ്പോൾ മിനിമം 2. 3 1 എടുക്കുമ്പോൾ 1, 3 2 എടുക്കുമ്പോൾ 2, 3 3 എടുക്കുമ്പോൾ 3, 3 4 എടുക്കുമ്പോൾ 3, 3 5 എടുക്കുമ്പോൾ 3. കാര്യം 3 ന്റെ 4 ന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി അടുത്തത് 4 1 എടുക്കുമ്പോൾ എന്ന് പറയാം 4 സ്റ്റാർ. ഇതാണ് നോക്കണം. ഇവിടെ ക്യാപിറ്റേഷൻ സ്റ്റാർ ആണ്. A star എന്നത് മിനിമം ഓഫ് AB ആണ്. അതാ രണ്ട് നമ്പറുകളുടെ മിനിമം നമ്പർ എന്ന് വെച്ചാൽ 4 ന്റെ 1 ന്റെ മിനിമം നമ്പർ 1. 4 2 എടുക്കുമ്പോൾ 2, 4 3 എടുക്കുമ്പോൾ 3, 4 4 എടുക്കുമ്പോൾ 4, 4 5 എടുക്കുമ്പോൾ അപ്പോഴും 4. ശരിയല്ലേ? ഇനി 5 1 എടുക്കുമ്പോൾ 1, 5 ന്റെ 1 ന്റെ മിനിമം 1, 5 2 എടുക്കുമ്പോൾ 2, 5 3 എടുക്കുമ്പോൾ 3, 5 4 എടുക്കുമ്പോൾ 4, 5 5 എടുക്കുമ്പോൾ 5. രണ്ട് സോൾവ് ചെയ്യാം. ടേബിൾ ഫോം ഇത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു.